പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജക്കാർത്ത സന്ദർശനം അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തും ഈ രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലയിലും പുതിയൊരു ചരിത്ര അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സാധാരണയായി ഇത്തരം ഉന്നതതല സന്ദർശനങ്ങൾ ഔപചാരികമായ ഹസ്തദാനങ്ങളിലും ഉഭയകക്ഷി വ്യാപാര കരാറുകളിലും പ്രതിരോധ ഇടപാടുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നവയാണ്. എന്നാൽ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതൊരു ചെറിയ കടയുടമയുടെയോ അല്ലെങ്കിൽ ഒരു തുണിത്തര വ്യാപാരിയുടെയോ ദൈനംദിന ജീവിതത്തെയും വരുമാനത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ഡിജിറ്റൽ വിപ്ലവത്തിന് അടിത്തറയിടുന്നു എന്നതാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ഈ ഡിജിറ്റൽ പങ്കാളിത്തം ഇരു രാജ്യങ്ങളിലെയും കോടിക്കണക്കിന് വരുന്ന ചെറുകിട ബിസിനസ്സുകാർക്കും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും വിപണിയിൽ തുല്യനീതി ഉറപ്പാക്കുന്ന ഒന്നാണ്. ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന ഇന്തോനേഷ്യ ഓപ്പൺ നെറ്റ്വർക്ക് അഥവാ അയോൺ. കേവലം പ്രതീകാത്മകമായ ചർച്ചകൾക്കുമപ്പുറം ജനങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്ന ഒന്നായി ഈ സന്ദർശനം മാറുന്നത് എങ്ങനെയെന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഡിജിറ്റൽ സഹകരണത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിന് ശക്തമായ മുൻഗണനകൾ ഉണ്ടായിരുന്നതായി കാണാം. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് മുതൽ ആരംഭിച്ച ചർച്ചകളാണ് ഇപ്പോൾ പ്രായോഗിക തലത്തിൽ എത്തി നിൽക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മാതൃകയിലാണ് ഇന്തോനേഷ്യ തങ്ങളുടെ പുതിയ ഡിജിറ്റൽ കൊമേഴ്സ് നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരന്മാരുടെ ഡിജിറ്റൽ തിരിച്ചൽ രേഖയായ ആധാർ, തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്ന UPI, ചെറുകിട വ്യാപാരികൾക്ക് വലിയ കോർപ്പറേറ്റ് പ്ലാറ്റ്ഫോമുകളോട് മത്സരിക്കാൻ തുല്യ അവസരം നൽകുന്ന ONDC എന്നിവയുൾപ്പെടുന്ന ഇന്ത്യ സ്റ്റാക്കിൻ്റെ വിജയമാണ് ഇന്തോനേഷ്യയ്ക്ക് പ്രചോദനമാകുന്നത്. ഡിജിറ്റൽ വികസന രംഗത്ത് സഹകരിക്കാനായി ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ധാരണാപത്രം കേവലം ഒരു ഔപചാരിക രേഖയല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്തോനേഷ്യൻ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭകർക്കായി ഇന്തോനേഷ്യ ഓപ്പൺ നെറ്റ്വർക്ക് ഔദ്യോഗികമായി പുറത്തിറക്കി. ONDCയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ വിദഗ്ധരും ഇന്തോനേഷ്യയിലെ പ്രമുഖ സാങ്കേതിക വിജ്ഞാനികളും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയാണ് ഈ പുതിയ ശൃംഖലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഈ പങ്കാളിത്തത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് രണ്ട് വ്യത്യസ്ത വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് എങ്കിലും ഇന്ന് അവ പരസ്പരം കൈകോർക്കുകയാണ്. ഇന്ത്യ തങ്ങളുടെ UPI സംവിധാനത്തിലൂടെ കോടിക്കണക്കിന് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇന്തോനേഷ്യ തങ്ങളുടെ തനതായ QRIS പേയ്മെൻറ്റ് മാനദണ്ഡത്തിലൂടെ സമാനമായ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ആയിരക്കണക്കിന് ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ഇന്തോനേഷ്യയുടെ ഭൂപ്രകൃതിയും ജനസംഖ്യയും ഇന്ത്യയേക്കാൾ തികച്ചും വ്യത്യസ്തമായ വെല്ലുവിളികളാണ് ഉയർത്തിയത്. എന്നാൽ ഇന്തോനേഷ്യൻ സാങ്കേതിക വിദഗ്ധർ സ്വന്തം രീതിയിൽ ഈ പ്രതിസന്ധികളെ മറികടക്കുകയും ദശലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളെ ഔദ്യോഗിക ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കുകയും ചെയ്തു. ഈ രണ്ട് രാജ്യങ്ങളുടെയും അനുഭവം തെളിയിക്കുന്നത് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നത് വൻകിട കമ്പനികളുടെ കുത്തകയായി മാറേണ്ട ഒന്നല്ല, മറിച്ച് അത് പൊതുജനങ്ങൾക്ക് തുല്യമായി ലഭ്യമാക്കേണ്ട ഒരു പൊതുമുതലാണ് എന്നതാണ്. ഇന്ത്യയുടെ അനുഭവ സമ്പത്തും ഇന്തോനേഷ്യയുടെ തനത് സാങ്കേതിക മുന്നേറ്റങ്ങളും ഒത്തുചേരുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ പുതിയൊരു മാതൃകയായി മാറുകയാണ്. ഒരു ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ യഥാർത്ഥ വിജയം അളക്കേണ്ടത് അത് അന്താരാഷ്ട്ര വേദികളിൽ എത്രത്തോളം പ്രശംസിക്കപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് വലിയ പരസ്യ ബജറ്റുകളില്ലാത്ത സാധാരണ കച്ചവടക്കാരനും പരിമിതമായ ഡാറ്റ പ്ലാൻ മാത്രമുള്ള സാധാരണക്കാരനും അത് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇന്ത്യയിലെ ONDC പ്ലാറ്റ്ഫോം തെളിയിച്ചത് പൊതുവായ ഡിജിറ്റൽ റെയിലുകൾ നിലവിലുണ്ടെങ്കിൽ ചെറുകിട വ്യാപാരികൾക്ക് അതിജീവനത്തിനായി വലിയ കുത്തക കമ്പനികളുടെ അൽഗോരിതങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്നതാണ്. വലിയ പ്ലാറ്റ്ഫോമുകളുടെ കടുത്ത നിബന്ധനകൾക്കോ ഭീമമായ കമ്മീഷനുകൾക്കോ വഴങ്ങാതെ തന്നെ ഏത് ഉപഭോക്താവിനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ഈ സംവിധാനം വ്യാപാരികളെ സഹായിക്കുന്നു. ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളിലെ കച്ചവടക്കാർക്ക് ഈ ഓപ്പൺ നെറ്റ്വർക്കിലൂടെ വലിയ വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഇന്തോനേഷ്യയിലെ 6 കോടിയിലധികം വരുന്ന ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കും അയോൺ വലിയൊരു ആശ്വാസമായി മാറും. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് പുറമേ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയും
ഈ ഒരൊറ്റ ഓപ്പൺ പ്രോട്ടോകോൾ വഴി ലഭ്യമാക്കാനാണ് ഇന്തോനേഷ്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ മുൻകാല വീഴ്ചകളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തങ്ങളുടെ ഡിജിറ്റൽ സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്തോനേഷ്യയ്ക്ക് സാധിക്കുന്നു. ഈ ഉഭയകക്ഷി സഹകരണത്തിന് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനുമപ്പുറം ആഗോള തലത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ ലോകത്തിലെ ഡിജിറ്റൽ രംഗം മുഴുവൻ അമേരിക്കയിലെയും ചൈനയിലെയും ചുരുക്കം ചില വൻകിട സ്വകാര്യ കമ്പനികളുടെ നിയന്ത്രണത്തിലായിരുന്നു. വികസ്വര രാജ്യങ്ങളിലെ ഡിജിറ്റൽ വിപണിയും സാമ്പത്തിക ഇടപാടുകളും തങ്ങളുടെ കുത്തകയാക്കി മാറ്റാനാണ് ഈ കമ്പനികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ലോക ജനസംഖ്യയുടെ 1/5 വരുന്ന ഇന്ത്യയും ഇന്തോനേഷ്യയും ഒത്തുചേർന്ന് ഇത്തരമൊരു ഓപ്പൺ പ്രോട്ടോകോൾ കൊമേഴ്സ് നെറ്റ്വർക്ക് യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് ആഗോള ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് അഥവാ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് ശക്തമായൊരു സന്ദേശമാണ് നൽകുന്നത്. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വൻകിട പ്ലാറ്റ്ഫോം മുതലാളിത്തം മാത്രമല്ല പോംവഴി എന്ന് ഈ മാതൃക തെളിയിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വഴി ഈ പദ്ധതിക്ക് കൃത്യമായ രാഷ്ട്രീയ പിന്തുണയും കൃത്യമായ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാനുള്ള ഭരണഘടനാപരമായ ഊർജ്ജവും ലഭിക്കുകയാണെങ്കിൽ അത് ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായി മാറും. പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും ജനക്ഷേമം ലക്ഷ്യമിട്ട് സാങ്കേതിക വിദ്യയെ ജനകീയമാക്കുന്ന ഈ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മ വരും തലമുറയ്ക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണ്. മോദിയുടെ ജക്കാർത്ത സന്ദർശനവും അതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഇന്തോനേഷ്യ ഓപ്പൺ നെറ്റ്വർക്ക് സംവിധാനവും ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ വലിയൊരു ചലനമാകും സൃഷ്ടിക്കുക. കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിനുമപ്പുറം ഈ നീക്കം ഏഷ്യ പസഫിക് മേഖലയിലെയും ആഗോള തലത്തിലെയും നിലവിലുള്ള പല ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളും പ്രാദേശിക നയതന്ത്ര താൽപ്പര്യങ്ങളിൽ ഇന്ത്യയുമായി നിരന്തരം മത്സരിക്കുന്നവരുമായ ചൈനയെയും പാകിസ്ഥാനെയും ഈ പുതിയ സഖ്യം വ്യത്യസ്ത രീതികളിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വികസ്വര രാജ്യങ്ങളുടെ വിപണികളിൽ തങ്ങളുടെ സാങ്കേതികവും സാമ്പത്തികവുമായ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കും അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ നേരിടുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ ഈ പുതിയ ചുവടുവെപ്പ് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ ഡിജിറ്റൽ പങ്കാളിത്തം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക തന്ത്രപ്രധാന നിലപാടുകളെ എങ്ങനെ ബാധിക്കുമെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അവരുടെ ആഗോള സാങ്കേതിക സാമ്പത്തിക അധിനിവേശത്തിന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി തങ്ങളുടെ ഡിജിറ്റൽ സിൽക്ക് റോഡ് പദ്ധതിയിലൂടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും പണമിടപാട് സംവിധാനങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ചൈന കഠിനമായി ശ്രമിച്ചു വരികയാണ്. ആലിബാബ, ടെൻസെന്റ് തുടങ്ങിയ ചൈനീസ് വൻകിട കമ്പനികൾ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള വിപണികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ONDC മാതൃകയിൽ ഇന്തോനേഷ്യ സ്വന്തമായൊരു ഓപ്പൺ പ്രോട്ടോകോൾ ശൃംഖല വികസിപ്പിക്കുമ്പോൾ അത് ചൈനീസ് കോർപ്പറേറ്റ് കമ്പനികളുടെ കുത്തകാവകാശത്തെയും അൽഗോരിതങ്ങളെയും നേരിട്ട് ബാധിക്കും. ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്ന ഈ പൊതു ഡിജിറ്റൽ സംവിധാനം ശക്തമാകുന്നതോടെ ഇന്തോനേഷ്യൻ വിപണിയിൽ ചൈനീസ് ആപ്പുകൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും ഉണ്ടായിരുന്ന അനിയന്ത്രിതമായ സ്വാധീനം കുറയും. കൂടാതെ ആഗോള ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് ഡിജിറ്റൽ വികസനത്തിന് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയെയോ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്ലാറ്റ്ഫോം മുതലാളിത്തത്തെയോ ആശ്രയിക്കേണ്ടതില്ല എന്നും പകരം ജനാധിപത്യപരമായ ഓപ്പൺ സോഴ്സ് മാതൃകകൾ സ്വീകരിക്കാമെന്നും ഇത് തെളിയിക്കുന്നു. ഇത് തെക്കൻ ചൈന കടലിലും ആസിയൻ മേഖലയിലും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചൈനയുടെ സാമ്പത്തിക മേധാവിത്വ മോഹങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ആവുകയും ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം നയതന്ത്രപരവും സാമ്പത്തികവുമായ മറ്റൊരു വലിയ ഒറ്റപ്പെടലിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മകളിലും ആഗോള വേദികളിലും ഇന്ത്യക്കെതിരെ നിരന്തരം നിലപാടുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യ ഇന്ത്യയുമായി ഇത്രയും അടുത്ത സാങ്കേതിക തന്ത്രപ്രധാന പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത് വലിയൊരു നയതന്ത്ര പരാജയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പിന്നാക്കാവസ്ഥയിലും ഉടലെടുന്ന പാകിസ്ഥാന് ആഗോളതലത്തിൽ ഇത്തരം വലിയ സഖ്യങ്ങളുടെ ഭാഗമാകാൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഇന്ത്യ തങ്ങളുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ലോകമെമ്പാടുമുള്ള 20-ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും സാമ്പത്തിക സഹായങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയിലാണ്. ഇന്തോനേഷ്യ പോലുള്ള ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ സാങ്കേതിക മാതൃകയെ പൂർണ്ണമായി വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും സ്വാധീനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്
കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്താരാഷ്ട്ര പിന്തുണ ആർജിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾക്ക് കനത്ത ആഘാതമേൽപ്പിക്കും. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്ര നീക്കം ഇരു രാജ്യങ്ങൾക്കും ഒരേ സമയം പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി അറബിക്കടലിലേക്കും മധ്യേഷ്യയിലേക്കും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ ആക്ട് ഈസ്റ്റ് നയത്തിലൂടെ പസഫിക് സമുദ്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ ഇന്തോനേഷ്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുകയാണ്. ഇത് ചൈനയുടെ ഇന്ത്യയെ വളയുക എന്ന തന്ത്രത്തിന് നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടി കൂടിയാണ്. പ്രതിരോധ രംഗത്തും സമുദ്ര സുരക്ഷയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇതിനകം തന്നെ ശക്തമാണ്. അതിനൊപ്പം ഈ ഡിജിറ്റൽ വിപ്ലവം കൂടി ചേരുമ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം തകർക്കാൻ കഴിയാത്ത വിധം ശക്തമാകും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു സംവിധാനങ്ങളുടെ വിജയം ഏഷ്യൻ മേഖലയിലെ പരമ്പരാഗത അധികാര സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. തോക്കുകളും പണവും ഉപയോഗിച്ച് സ്വാധീനം ചെലുത്തുന്ന ചൈനീസ് ശൈലിക്ക് വിപരീതമായി ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന സാങ്കേതികവിദ്യ പങ്കുവച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ നയതന്ത്രം ചൈനയുടെ സാമ്പത്തിക അധിനിവേശത്തിന് വലിയ തടസ്സമാകും. പാകിസ്ഥാൻ ആകട്ടെ സാങ്കേതിക വികസനത്തിലും നയതന്ത്ര നീക്കങ്ങളിലും ഇന്ത്യ കൈവരിക്കുന്ന ഈ വലിയ കുതിച്ചുചാട്ടങ്ങളെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇന്തോനേഷ്യയുമായുള്ള ഈ പങ്കാളിത്തം വരും നാളുകളിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പ്രാദേശിക താൽപ്പര്യങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.